എംഎൽഎയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് തുണയായി. മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുഴയിലെ സ്ഫോടനത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ഹരി മതിലകത്തിന് സ്കൂട്ടർ നൽകി പ്രവാസി. വെടിക്കെട്ട് നിർമ്മാണ ജോലികൾക്ക് സഹായിയായി പോകാറുള്ള മതിലകം തൃപ്പേക്കുളം സ്വദേശിയായ ഹരിയും മുണ്ടത്തിക്കോട് അപകടത്തിൽപ്പെട്ടിരുന്നു. സ്ഫോടനത്തിൽ കാലിൽ കമ്പി തുളഞ്ഞു കയറുകയും ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ പൊള്ളലേൽക്കുകയും ചെയ്ത് തൃശൂർ മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ഹരിയെ ഇ.ടി. ടൈസൺ എം.എൽ.എ സന്ദർശിച്ചിരുന്നു. ഹരി പറഞ്ഞ അന്നത്തെ അനുഭവങ്ങൾ സോഷ്യൽ മീഡിയ വഴി എം.എൽ.എ പങ്കുവയ്ക്കുകയും ചെയ്തു. ഹരി കരാറുകാരനായ സതീശനെ രക്ഷിക്കുകയും തന്റെ സത്യസന്ധത കൈവിടാതെ അദ്ദേഹത്തിന്റെ മാലയും ഫോണും തിരിച്ച് ഏൽപ്പിച്ചതുമെല്ലാം മാധ്യമങ്ങളിൽ വാർത്തയായിരുന്നു. അപകടത്തിൽ ഹരിയുടെ ബൈക്കും കത്തിനശിച്ചു. ഇക്കാര്യങ്ങൾ എം.എൽ.എയുടെ ഫേസ്ബുക്ക് പേജിലൂടെ തിരിച്ചറിഞ്ഞ പ്രവാസിയായ അന്തിക്കാട് സ്വദേശി വസിഷ്ഠനാണ് ഹരിക്ക് സ്കൂട്ടർ സമ്മാനമായി നൽകിയത്. മതിലകം ഗ്രാമപഞ്ചായത്ത് പരിസരത്ത് നടന്ന ചടങ്ങിൽ ഇ.ടി. ടൈസൺ എം.എൽ.എ ഹരിക്ക് വാഹനം കൈമാറി. വളരെ വലിയ ആളുകളാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ ഈ സമൂഹത്തിലെ ആളുകളെ ചിന്തിക്കുമ്പോഴൊക്കെ പോസ്റ്റ് ഗ്രാജുവേഷനും PhDയും അതിനപ്പുറത്തുള്ള ആളുകൾ മാത്രമാണ്. പക്ഷേ സമൂഹത്തിലുള്ള സേവനം എന്ന് പറയുന്നത് പലപ്പോഴും ഏറ്റവും താഴ്ന്ന തലങ്ങളിൽ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമതി സുന്ദരൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ഹരിക്കും പ്രവാസി പ്രതിനിധി പ്രത്യൂഷിനും ആദരവ് നൽകി. വൈസ് പ്രസിഡന്റ് PM ആൽഫ, എടവിലങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR കൈലാസൻ, മതിലകം ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഹസീന റഷീദ്, PP പ്രസീദ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PK റഫീഖ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷൈൻ പള്ളത്ത്, ജോസ് മഞ്ഞളി, KH യാസർ, രതി ഗോപിനാഥ്, ചിഞ്ചു അനീഷ്, RM ജലീൽ, പഞ്ചായത്ത് സെക്രട്ടറി KS രാംദാസ്, ഗോപി, അമീർ എന്നിവർ സംസാരിച്ചു. എനിക്കൊരു വാഹനം, എൻ്റെ വാഹനം നഷ്ടപ്പെട്ടു പോയി. അത് കത്തുന്നതിന് മുമ്പിട്ടാണ്, ഈ വണ്ടി കത്താതിരിക്കുമ്പോഴാണ് സതീശേട്ടനും നമ്മുടെ പുലിക്കളിയിലെ രാകേഷും എന്നെ രാകേഷ് എടുക്കുകയായിരുന്നു, സതീശേട്ടൻ ഇരിക്കുകയായിരുന്നു, ഇരുന്ന് കൊണ്ടിരിക്കുകയായിരുന്നു. എടാ ആരെങ്കിലും ഒന്ന് വാടാ, എന്നെ രക്ഷിക്കടാന്ന് പറഞ്ഞിട്ടാണ് സതീശേട്ടൻ എന്നെ വിളിക്കുന്നത്. അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ ഞാൻ വെറും ഷർട്ടും ഒരു ട്രൗസർ മാത്രമേ, ചെരുപ്പൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ജീവി ചവിട്ടി നടക്കുന്നത്. അപ്പോൾ ആ സമയത്ത് എൻ്റെ കയ്യിലൊന്നുമില്ല. അപ്പോൾ ആ പ്രാളത്തിൽ കിട്ടിയത് താഴത്തുള്ള പുല്ലുകളാണ് വലിച്ച് പറിച്ച്, അതുകൊണ്ടാണ് അവരെ നെഞ്ചത്തൊക്കെ എന്നെ കെടുത്തിയത്. അങ്ങനെ സതീശേട്ടൻ പറഞ്ഞ് എങ്ങനെയെങ്കിലും എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അത് ശരി ചേട്ടാ എന്ന് പറഞ്ഞിട്ട് സതീശേട്ടൻ ഇങ്ങനെ തോളിൽ എടുത്ത് വയ്ക്കുമ്പോൾ രാജേഷ് എൻ്റെ കൈമ കയറി പിടിക്കുക. മരണപ്പെട്ടു പോയ രാജേഷ്, ചേട്ടാ എന്നെയും കൂടി ഒന്ന് രക്ഷപ്പെട്ടു പറഞ്ഞു. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവനോട് പറഞ്ഞ ഒരു വാക്ക്, എനിക്ക് പൊന്തില്ല. അവനൊരു 100-300 കിലോത്തിൻ്റെ അടുത്ത് ഭാരമുള്ള ആളാണ്. അപ്പോൾ അവനെ പൊന്തില്ല. അപ്പോൾ ഒന്നാമത് തന്നെ സതീശൻ എൻ്റെ പുറത്തിരിക്കുന്നു. ഞാൻ പറഞ്ഞു നമ്മൾ എന്തായാലും മരിക്കും, ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റില്ല, നിന്നെ എനിക്ക് പൊക്കാൻ പറ്റില്ല, നിന്റെ കയ്യിലൂടെ ഞാൻ അവിടെ ഇതാവും, നമ്മൾ എന്തായാലും മരിക്കും. അതിൻ്റെ പേരിൽ നീ ഒന്ന് എഴുന്നേൽക്കാൻ ശ്രമിക്കാം. ആ ഒരു വാക്കേ എനിക്ക് ആ നിമിഷത്തിൽ കിട്ടിയുള്ളൂ. അതായ കുഞ്ഞന്യ രാജേഷ് എങ്ങനെയാണെന്ന് അറിയില്ല, അയാൾ നെഞ്ച് കത്തിയത് ആ തീ പുല്ലുകൊണ്ട് തന്നെ കിടത്തിയപ്പോൾ മുട്ടുകാല് കുത്തി എഴുന്നേറ്റ് അരിച്ചേട്ടാ എനിക്ക് നടക്കാൻ പറ്റില്ല. അപ്പം ഞാൻ സതീശൻ്റെ കാലിൻ്റെ ഇടയിൽ കൂടിയാണ് ഈ കൈ ഇട്ടിട്ട് ഈ പുറത്ത് വന്ന കയ്യിനെ ഇങ്ങനെ പിടിച്ചേക്കുന്നത്. അത് ഞങ്ങൾ എയർപോർട്ട്സിൽ വന്ന ഒരു ക്ലാസ്സിൻ്റെ പേരിലാണ് നമുക്ക് കയ്യിൽ നിന്ന് വിട്ടുപോകാതില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ രാകേഷ് എൻ്റെ കൈ പിടിച്ച് ഇങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിൽ ബാക്കിലൊരു ഡൈന പൊട്ടുന്നത്, അതിലാണ് ഒരു കമ്പി എൻ്റെ കാലിൽ കയറും. അപ്പോൾ ഈ സ്റ്റെപ്പ് ഇങ്ങനെ വെക്കാൻ പറ്റില്ല, കാലിൻ്റെ ഇപ്പുറത്തെ കാലിന്മ കമ്പി തട്ടിയിട്ട്. അപ്പോൾ രാജേഷ് അപ്പോൾ ഞാൻ പറയുന്നത്, ചേട്ടാ എന്നെ എങ്ങനെയെങ്കിലും എനിക്ക് നടക്കാൻ വയ്യ, എങ്ങനെയും കൊണ്ടുപോകുക ചേട്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നമ്മൾ പേരും മരിക്കും, എനിക്ക് അതല്ലാണ്ട് വാക്കുകളില്ല, നമ്മൾ ശ്രമിക്കുക എന്ന് പറഞ്ഞു. അവൻ വീണ്ടും ഇരുന്നോട്ടും വീണ്ടും എഴുന്നേറ്റ് ഒപ്പം എൻ്റെ കൂടെ വന്ന് ജനങ്ങളുടെ ഏരിയത്തല്ല കുറച്ച് ഏരിയത്ത് വന്ന് അവിടെ കിടക്കുകയായിരുന്നു ചെയ്തത്. പിന്നെ സതീശേട്ടൻ ഇറക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ തോലും മാലയും കൂടി ഒട്ടിയിട്ടാണ് എൻ്റെ ശരീരത്തിൽ കിടന്നത്.